ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോദ്യ നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോദ്യം 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാരല്ലേ. വിശാഖംകാർക്ക് ജോലി സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. ജോലിയിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. അതിനുള്ള സാധ്യതകളൊക്കെ തുറന്നു കിട്ടുന്ന ടൈം തന്നെയൊക്കെ ടൈം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലും അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാനും യോഗം കാണുന്ന സമയമാണ്. ബിസിനസ്സിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് മാനേജ്മെന്റിലെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്താനിടയുള്ള സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥകൾ വരാം. പ്രത്യേകിച്ച് നമ്മുടെ അനാവശ്യമായ ചെലവുകൾ നിമിത്തമാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അനാവശ്യമായ ചെലവുകൾ അവിടെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം കേട്ടോ. സോ ആ കാര്യങ്ങൾ മാനേജ്മെന്റ് ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകാം. പാർട്ണർഷിപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ബിസിനസ്സുകാരിലും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ വ്യാജമായുള്ള വാഗ്ദാനങ്ങളിലൊന്നും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ പറയാനുള്ളത്. ഞാൻ എന്ത് പറയുമ്പോഴും നമ്മുടെ ലോജിക്കിനോട് കണക്ട് ചെയ്യാണ് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം. നമ്മുടെ ചാനലിന്റെ തുടക്കം തൊട്ടേ പറഞ്ഞാണ്, നമ്മുടെ ലോജിക്ക് നമ്മുടെ യുക്തിയും കൂടെ നമ്മൾ ചിന്തിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് ഓർത്ത് അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാടുള്ളതല്ല അല്ലേ. നമ്മുടെ യുക്തിയും കൂടി നമ്മുടെ ലോജിക്കും കൂടി അവിടെ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് ഒബ്സർവേഷനൊക്കെ യൂസ് ചെയ്ത് വേണം. സോ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു എന്നോർത്ത് കണ്ണും കൂട്ടി അവിടെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാ, അവിടെ ഒരു അന്വേഷണമൊക്കെ നടത്തി ചെറിയ രീതിയിൽ നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഒന്ന് അനലൈസ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ ഒന്ന് ഉപദേശമൊക്കെ സ്വീകരിച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ള ആളുടെ ചുമതലയാ, നമ്മുടെ ചുമതലയാ അല്ലേ. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിമുഖീകരിക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രണയ കാര്യങ്ങളിലൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് 50% അല്ലെങ്കിൽ 40% ആളുകൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അതുപോലെ വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഒരു വാഹനം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വാഹനം മാറ്റി വാങ്ങാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ്. വിദേശത്ത് പണം നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കഠിനാധ്വാനം ആവശ്യമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല ഉന്നത വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ കഠിനാധ്വാനം ശ്രദ്ധയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ പാസ്സാവാൻ അല്ലെങ്കിൽ എല്ലാവർക്കും അനുകൂലമായ വിജയം നേടാൻ സാധിക്കില്ലെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ കൂടെ നമ്മുടെ ശ്രദ്ധയും കഠിനമായ അധ്വാനം കൂടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. ഓക്കെ, ചിലവരുണ്ട് നമുക്ക് നോക്കി അറിയാം, കഠിനമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, കഠിനമായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, നല്ല ഇതിട്ട് പഠിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ മറ്റുള്ളവർ പഠിക്കുന്ന കഴിഞ്ഞാൽ 4 ഇരട്ടി പഠിക്കുന്നത്, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവാനോ അല്ലെങ്കിൽ പഠിച്ച തക്കവണ്ണം റിസൾട്ട് കിട്ടാത്തൊരു സാഹചര്യം വരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധയും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്ന ടൈം ആയിരിക്കും. സോ ഇത് രണ്ടും കൂടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന സമയം തന്നെയാണ്. പിന്നെ നമ്മള്
ചർമ്മ സംബന്ധമായിട്ട് വയറ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളാണ് കൂടുതൽ സാധ്യത. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായ ഭക്ഷണം നോക്കുക, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, ഉറക്കം ശീലിക്കുക, വ്യായാമം ചെയ്യുക കൃത്യമായിട്ട്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേഷൻസ്, യോഗയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ ദോഷപരിഹാരം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ അന്നദാനം നടത്തുക. ഓക്കെ, എല്ലാ ശനിയാഴ്ചയിലും നമ്മൾ അന്നദാനം നടത്തുക. അതിപ്പോ നമുക്ക് തടസ്സം വരുത്താതെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അന്നദാനം നടത്തുമ്പോൾ അർഹതപ്പെട്ടവർക്ക് നടത്തുക. ഓക്കെ, നമ്മളാൽ പറ്റുന്ന വിധത്തിൽ ചെയ്യാം, ഓവറായിട്ട് ചെയ്യാന്ന് ഞാൻ പറയില്ല. കാരണം സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. പരിഹാരത്തിന് വേണ്ടി ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ചെയ്യില്ല. ഓക്കെ, കൃത്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് സന്തോഷത്തോടെ വേണം നമ്മളെ അന്നദാനം നടത്താൻ കേട്ടോ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ശ്രേഷ്ഠ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നെയ്വിളക്ക് സമർപ്പിക്കുക കേട്ടോ. നെയ്വിളക്ക് തെളിക്കുന്നത് ഉത്തമമാണ്. അപ്പം എന്താണ്, നമ്മളെ സാധിക്കുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും തന്നെ നടത്തുക. ഇനി പറ്റുള്ളെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒന്നരാടൻ വെള്ളിയാഴ്ച ദിവസം നമ്മൾ നെയ്വിളക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാസത്തിൽ ഒന്നെങ്കിലും നിർമ്മതമായിട്ട് നടത്തുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ദോഷത്തിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനവും ഭദ്രകാളി ക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാണ്. രണ്ടും കൂടി ഒരു ദിവസം നടത്താൻ സാധിക്കില്ല, ഒരു നേരത്തെ നടത്താൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ, ചില ആളുകളുണ്ട് ഒരു സമയത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്ഷേത്രത്തിൽ മാത്രമേ കയറാൻ പാടുള്ളൂ, വേറെ ക്ഷേത്രത്തിൽ കയറില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ രാവിലെയും വൈകിട്ടായിട്ട് പോവാം, അതല്ലെങ്കിൽ ഒന്നരാടം വീതം ഒരു ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനമാണ് നടത്തുമെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച കാളി ക്ഷേത്ര ദർശനം നടത്തുക, അതിന്റെ അടുത്ത ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക, അതിന്റെ അടുത്ത ചൊവ്വാഴ്ച കാളി ക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു പോവാം. അതുപോലെ തന്നെ എല്ലാം കണ്ടിന്യൂസ് തന്നെ ചെയ്യാൻ വേണോ, അല്ലെങ്കിൽ ഒന്നും മുടക്കം പറ്റിയ ചില സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റൂല. അപ്പൊ ദോഷം വരുമോ? ഇല്ല കേട്ടോ. നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നടത്തിയാൽ മതി. അത് നമുക്ക് മുടങ്ങിപ്പോയി എന്നോർത്ത് ദോഷമൊന്നുമില്ല. മുടങ്ങുമ്പം നമ്മൾ ഈ ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്ര ദർശനമാണ് നടത്തിയെങ്കിൽ അടുത്ത നമുക്കിനി അടുത്ത ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്ന സമയം ഉണ്ടല്ലോ, അപ്പൊ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പറ്റൂല, മാസം മുറയ്ക്ക് ടൈം ആണെങ്കിൽ അടുത്ത് നമ്മൾ സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യാം, കാളി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഒന്നിച്ചടുത്തുന്നവർക്ക് ഒന്നിച്ചടത്താം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ഇതായിട്ട് ഹനുമാൻ അങ്ങനെ നടത്തി പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നും മുടങ്ങിപ്പോയിടത്ത് ദോഷമൊന്നുമില്ല. എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ദോഷത്തെ ഒന്ന് കുറയ്ക്കാനും നമുക്കൊന്ന് ഭാഗ്യവർദ്ധനയ്ക്ക് വേണ്ടിയാണ്. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമമായിരിക്കും കേട്ടോ. കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ പറയാനാണ്, ഇവിടെ പറഞ്ഞില്ലായിരുന്നു, നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാട് കഴിപ്പിക്കുക കേട്ടോ. അപ്പൊ ഒരു പുഷ്പാഞ്ജലി, ഒരു പുഷ്പമെങ്കിൽ പുഷ്പം സമർപ്പിക്കുക, അല്ലെങ്കിൽ എണ്ണയെങ്കിൽ എണ്ണ, നമ്മളാൽ പറ്റുന്ന എന്താണ്. പിന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇന്ന വഴിപാട് നടത്തിയാൽ കൊള്ളാമായിരുന്നു ഇന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നടത്തുക, ഇല്ലെങ്കിൽ അടുത്ത തവണ ചെല്ലുമ്പോൾ അത് നടത്തുക കേട്ടോ. കാരണം നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പിച്ചല്ലേ ഈശ്വരൻ, അപ്പൊ നമ്മളത് നടത്തുക. ഓക്കെ, ഒരു കാര്യം ഈശ്വരൻ തോന്നിപ്പിച്ച് കഴിയുമ്പം എന്ത് ചെയ്യാം, നടത്തുക. അപ്പൊ ആ ദോഷത്തിന് പരിഹാരമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ചില ദോഷങ്ങള് ചില പരിഹാരങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സൽക്കർമ്മവും സൽചിന്തയോടെ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താരെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ ഈ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും, ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ, പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തിനാ ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താ, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം, പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ അതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യുക. കാരണം ഒരു ഈശ്വരാധീനം, ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ. കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസവും 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ. അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരനാണ്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം, എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ടിക്കണ്ട. പക്ഷെ പൈസ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് കൊണ്ടല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ. ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മളെ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറുകൾക്ക് 2 മണിക്കൂർ നേരത്തേക്ക് 1/2 മണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ. അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികളിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.
അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട്, അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ. അപ്പം ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.